ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേട്ട് പരിചയം പോലും الاستسلام لله بالتوحيد والانقياد له بالطاعة والبراءة من الشرك وأهله. ഇതാണ് ഇസ്ലാം. അപ്പൊ ഈ മൂന്ന് കാര്യം വന്നവര് മാത്രമേ എന്ത് പറയൂ? മുസ്ലിം. ആ മുസ്ലിം ചെയ്യാറുള്ള കാര്യങ്ങളാണ് അർക്കാനുൽ ഇസ്ലാം. ഈ അർക്കാനുൽ ഇസ്ലാമിൽ പറയപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇസ്ലാം അല്ല. അതാണ് അതിന്റെ പില്ലേഴ്സ്. അതല്ലാത്ത സൽസ്വഭാവം, മറ്റുള്ളവരോടുള്ള സ്നേഹം, ബഹുമാനം, പിന്നെന്താ, ഉപദ്രവിക്കാതിരിക്കുക, ചീത്ത പറയാതിരിക്കുക, നന്മകൾ പറയുക, നന്മ ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, പിന്നെ പരസ്പര സഹായങ്ങൾ ചെയ്യുക, എല്ലാം ഇസ്ലാമിന്റെ ഭാഗമാണ്. ഇത് പ്രധാനപ്പെട്ടത്. ഇതുണ്ടായാൽ പറ്റും. ബാക്കിയുള്ളതില്ലെങ്കിലും മുസ്ലിം തന്നെ. ഇതില്ലെങ്കിലോ വ്യത്യാസം. രണ്ടാമത്തത് അൽ ഈമാൻ. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? والإقرار باللسان وعمل بالجوارح പത്ത് പ്രാവശ്യം അടുത്ത ക്ലാസ് എഴുതി വരണോ? അപ്പൊ പഠിച്ചു. പേരൻസിന്റെ അങ്ങനെ കാര്യം പറഞ്ഞിട്ട് മന്ത്രി മെസ്സേജ് ഇടാം. التصديق بالقلب والإقرار باللسان والعمل بالجوارح يزيد بالطاعة وينقص بالمعصية. ഇതാണ് ഈമാൻ. അതായത് 5 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് തസ്ദീഖു ബിൽ ഖൽബി. എന്നർത്ഥം ബിലീവ് ചെയ്യാൻ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അല്ലാണ്ട് നാവുകൊണ്ടാ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ മുഖ്യനാവൂല. ചിലപ്പോ നമുക്ക് മനസ്സിലാവാത്ത കാര്യമായിരിക്കും, ചിലപ്പോ നമുക്ക് ചിന്തിച്ചാൽ ഒരു പിടുത്തം കിട്ടൂല. എന്നാലും കൽബ് കൊണ്ട് അത് അംഗീകരിക്കണം. ആര് എന്ത് അംഗീകരിച്ച പോലെ? ഉദാഹരണത്തിന് ആര് എന്ത് അംഗീകരിച്ച പോലെ? ഞാൻ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഅ്റാജ് അംഗീകരിച്ചതുപോലെ. അതാണ് തസ്ദീഖുൽ ബിൽ ഖൽബ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ആ പോക്ക്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. കാരണം എവിടുന്ന് എവിടം വരെ പോയി? ആദ്യം മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ വരെ. അന്ന് അറബികൾക്ക് 1 മാസം യാത്ര ചെയ്യണം അവിടെ എത്താൻ. പിന്നെ അവിടെ നിന്ന് എവിടെ പോയി? അർശിന്റെ അടുത്ത് വരെ, 7 ആകാശത്തിന്റെ അപ്പുറത്ത്. ബഹിരാകാശത്തിന്റെ മനുഷ്യന്മാര് പോകുന്നത് സാധാരണ. ബഹിരാകാശം മീൻസ് മേഘങ്ങളുടെ മുകളിൽ. ആകാശത്തിൽ അവർ എത്തൂല, എത്താൻ കഴിയില്ല. പക്ഷെ നബിസ്വല്ലല്ലാഹു പോയതോടെ 7 ആകാശത്തിന്റെ അപ്പുറത്ത്. അപ്പൊ അതൊരു സാധാ മനുഷ്യനെ അവന്റെ ബുദ്ധി കൊണ്ട് അംഗീകരിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഈമാൻ എന്ന് പറഞ്ഞാൽ അത്തസ്ദീഖു ബിൽ ഖൽബ്. ബുദ്ധി അംഗീകരിച്ചാൽ എന്തെങ്കിലും ഹൃദയം കൊണ്ട് അത് സത്യമാണെന്ന് അംഗീകരിക്കണം. നല്ല മുഅ്മിനാവും. ഇനി അങ്ങനെ അംഗീകരിച്ചാൽ മാത്രം മതിയോ? ആ അംഗീകരിച്ചതിനെ എന്ത് ചെയ്യണം? അൽ ഇഖ്റാറു ബിൽ ലിസാൻ. ഉറക്കെ പറയണം. ഞാൻ മുഅ്മിനാണ്, ഞാനത് അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കി പറയണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ? ഉള്ളുകൊണ്ടെല്ലാം വിശ്വസിച്ചിട്ടുണ്ടാവും, പുറമേ അത് പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മൂടി നിന്നു. അയാൾ മരിച്ചുപോയി. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ അയാളോട് എങ്ങനെ പെരുമാറില്ല? ഒരു മുഅ്മിനോട് പെരുമാറുന്ന പോലെ പെരുമാറില്ല. കാരണം അവർക്കറിയില്ല, എന്തറിയില്ല, ഇയാൾ വിശ്വസിച്ചെന്നറിയില്ല. കാരണം ഇയാൾ പുറമെ പറഞ്ഞിട്ടില്ല. സംഭവം മനസ്സിലായോ? ദീനിന്റെ കാര്യങ്ങള് പുറമേ നമ്മൾ കാണിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പം അതിനൊളിപ്പിച്ചു വെച്ചുകൂടാ. പുറമേ അത് കാണിക്കണം.
ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് നിസ്കാരം ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നുമോ? പിന്നെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അത് ഈമാൻ എതിരാണ്. നിസ്കാരത്തെ പറ്റി നമ്മൾ തസ്ദീഖ് ചെയ്യുന്നു. അള്ളാന്റെ കൽപ്പനയാണ്, ഒരു ദിവസം 5 നേരം നിസ്കരിച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ എന്ത് ചെയ്യണം? അല്ലി ഖറാറു ലിസാൻ, അതങ്ങനെയാണ് എന്ന് പറയാൻ പറ്റണം. പിന്നെ വൽ അമലു ബിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ട് അമൽ ചെയ്യണം. വെറുതെ പറഞ്ഞു നടന്നാൽ പോരാ, ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് 3ഉം കൂടിയാലേ ഒരു മുഅ്മിൻ മുഅ്മിനാവും. മനസ്സിലായോ? ആ ഈമാൻ കൂടുകയും ചെയ്യും, കുറയും ചെയ്യും. അപ്പൊ ഈമാൻ എത്ര വിഭാഗമുണ്ട്? ഏതൊക്കെ? ആന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെ പോലുള്ളവരൊക്കെ ഈമാൻ അത് കൂടുകയും ചെയ്യും, കുറയും ചെയ്യും. എങ്ങനെ കൂടും, എങ്ങനെ കുറയും? നന്മകളെ കൊണ്ട് കൂടും, തിന്മകളെ കൊണ്ട് കുറയും. അതുകൊണ്ട് എന്ത് ശ്രമിക്കണം? കുറക്കാതെ കൂട്ടാൻ ശ്രമിക്കണം, നന്മ വർദ്ധിപ്പിക്കണം. ഈമാനുൽ ഖാസ് എന്ന ഈമാൻ നബിമാരുടെ ഈമാൻ. എന്താ അതിന്റെ പ്രത്യേകത? കുറയൂല, കൂടുകയേ ഉള്ളൂ, അത് കൂടിപ്പോകും. ഈമാനുൽ അഖസ്, ഈമാനുൽ മലായിക. എന്താ പ്രത്യേകത? ലാ യസീദു വലാ യൻഖുസ്, കൂടലില്ല, കുറയില്ല. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ ഒരു ഈമാൻ കൂടൂല, കുറയില്ല എന്ന് പറയാൻ കാരണം? അവർക്ക് ഷഹ്വത്തില്ല. ഷഹ്വത്ത് മീൻസ് ആഗ്രഹങ്ങളും ഇച്ഛകളും, അതൊന്നും അവർക്കില്ല. നബിമാർക്കും ഉണ്ട്, പക്ഷെ നബിമാർക്ക് അള്ളാഹു കൊടുത്തൊരു ഞെടത്ത് എന്താ? അവരുടെ ശൈത്താനെ മുസ്ലിമാക്കിയിട്ട് കൊടുത്തു. അവരുടെ മനസ്സിൽ എന്ത് വരൂല? തിന്മ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ വരൂല. മനസ്സിലായോ? പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ 2 ആൾക്കാരുണ്ട്. ഗുണ്ടുമണിയുടെ ഉള്ളിൽ വേറെ 2 ഗുണ്ടുമണിയുണ്ട്. ഒരു മലക്കുണ്ട്, ഒരു ശൈത്താനുണ്ട്. മനസ്സിലായില്ല? ഖലീൽ എന്നാണ് ഇതിന് പറയുക. അറബി എന്താണ്? ഖലീൽ, ഖലീൽ എന്ന് പറയാം. ശൈത്താൻ ശൈത്താന്റെ പണിയെടുക്കും, മലക്ക് മലക്കിന്റെ പണിയെടുക്കും. മലക്ക് നന്മ പറയും, ശൈത്താൻ തിന്മ പറയും. ഇതിൽ ഏതാണ് വേണ്ടത് എന്ന് തെരഞ്ഞെടുക്കേണ്ട ആളാണ് അത് നമ്മൾ. ആ തെരഞ്ഞെടുപ്പിനാണ് കൂലിയും ശിക്ഷയും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ മുമ്പില് ഒരു ഗ്ലാസ്സിൽ കള്ളുണ്ട്, മറ്റേ ഗ്ലാസ്സിൽ പാലുണ്ട്. മലക്ക് ശൈത്താൻ പറയും എന്ത് കുടിക്കാൻ, മലക്കെന്ത് പറയും? പാൽ കുടിക്കാൻ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഏത് ഇഖ്തിയാർ തെരഞ്ഞെടുക്കണം, സെലക്ട് ചെയ്യണം? പാല് തെരഞ്ഞെടുത്താൽ കൂലി കിട്ടി. കാരണം തെരഞ്ഞെടുക്കാൻ നമുക്ക് തന്ന അവകാശത്തെ നമ്മൾ നന്മയിൽ ഉപയോഗിച്ചു, അയാളാ കൂലി. കള്ള് തിരഞ്ഞെടുത്താലോ കുറ്റം കിട്ടും. എന്തുകൊണ്ട്? നമുക്ക് പാല് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ഹറാമായതിനെ തെരഞ്ഞെടുത്തപ്പോ ആ തെരഞ്ഞെടുപ്പിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കുറ്റം കിട്ടുന്നത്. മനസ്സിലായോ? കള്ള് അള്ളാഹു ഉണ്ടാക്കിയതിനെ കൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. മറിച്ച് എപ്പോഴാ പ്രശ്നം ഉണ്ടായത്? മനുഷ്യൻ അതിനെ ഉപയോഗിച്ചപ്പോ. അപ്പൊ ആ ഉപയോഗിച്ചതിനെ കൊണ്ടാ പ്രശ്നമായത്. അതുകൊണ്ട് ആ ഉപയോഗിച്ചതിനാണെന്ത്? ശിക്ഷ. അപ്പൊ ആൾക്കാർ ചോദിക്കും, അള്ളാഹു കള്ളു കുടിച്ചതിനെ ശിക്ഷിക്കുമ്പോ പിന്നെ എന്തിനാ കള്ളുണ്ടാക്കിയത്? എന്താ മറുപടി? കള്ളുണ്ടാക്കിയതിനെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ പ്രശ്നം വന്നപ്പോഴാ, അത് നമ്മൾ കുടിക്കാൻ തീരുമാനിച്ചപ്പോഴാണ്. അപ്പൊ ശിക്ഷ എന്തിനാ? ആ തീരുമാനത്തിനാണ്. മനസ്സിലായോ? അപ്പൊ അള്ളാനെ അള്ളാനെ ഖദറല്ലേ, അത് നേരത്തെ തീരുമാനിച്ചല്ലേ എന്ന് പറഞ്ഞ് അള്ളാനെ കുറ്റപ്പെടുത്താൻ പറ്റൂല. ഈമാനിന്റെ നിർവചനത്തിൽ നിന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ വാദത്തിനെതിരായ വാദം പറഞ്ഞ ഒരു ടീമുണ്ട്. ആരാണ് അവർ? മുർജിഅ. എന്താ അവരുടെ വാദം? അമൽ ഈമാനിൽ പെട്ടതല്ല, പക്ഷെ അമൽ ഈമാനിൽ പെട്ടതാണ്. മനസ്സിലായല്ലോ? അപ്പൊ അവരുടെ വാദപ്രകാരം അമൽ ഈമാനിൽ പെടാത്തത് കൊണ്ട് അവർക്ക് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം എന്തില്ല? ഈമാൻ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ താടി പഠിച്ചു, പിന്നെ വസീലം പോലെ നോമ്പിനുള്ളതാണ്. ഇപ്പൊ താടിയെ കാണില്ല, സ്കൂളിൽ നിർബന്ധമുണ്ടല്ലേ? താടി പഠിച്ചു, ജുമനോ താടി പഠിച്ചു അത് ബേക്കിൽ ഇങ്ങനെ പുതിയാപ്പിള. ഓരോ
ഓരോരുത്തരുടെ മുഖത്തിന്റെ ഷേപ്പിനനുസരിച്ചുള്ള താടിയേ അള്ളാഹുത്തിനുള്ളൂ. എന്താവില്ല, മോശമാവില്ല താടി വന്നാൽ. ഓരോ മുഖത്തിന് പറ്റിയ താടി ഏതാണെന്ന് ആൾക്കറിയാം, അള്ളാഹ്ക്കറിയാം. അതിനനുസരിച്ചേ വരുള്ളൂ. അതായിരിക്കും അതിന്റെ ഭംഗി. അത് മാറ്റിയാൽ അത് മോശമാവും. പിന്നെ എന്താ പറഞ്ഞ അപ്പൊ ഒരുത്തൻ താടി പഠിച്ചു. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ലടാ താടി പഠിക്കല് ഹറാമല്ലേ, ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ പറയില്ലടാ ഈമാന്ന് പറഞ്ഞാൽ കൂടെ അല്ലാതെ താടി വളരെ ആൾക്കാരുണ്ടോ അവര് മുറിച്ചാക്കി പെട്ട ആളാണ്. അവരറിയാതെ അവരേത് തീവ്ര പെടുന്നു മുറിച്ചേക്കാരുടെ കൂട്ടത്തിൽ ഏത് പുറത്താവും? അഹ്ലുസുന്നവൽ ജമാഅത്ത് പുറത്താവും. അമലും ഈമാനിൽപ്പെട്ടതാണ്. നീ മനസ്സുകൊണ്ട് സത്യമാക്കിയതും നാവ് കൊണ്ട് പറഞ്ഞതും സത്യസന്ധമായിട്ടാണെങ്കിൽ അമലിൽ അതുണ്ടാവും. മനസ്സിലായോ? അവിടെ തന്നെ മുറിച്ചേക്കാരെ വിശ്വസിച്ചൂടാ. അത് നമ്മളുടെ അഹ്ലുസുന്നന്റെ രീതിയും അല്ല. ഇനി അവ ഇസ്ലാമും ഈമാനും വ്യത്യസ്തമാണ് എന്ന് മനസ്സിലായി. ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിനെയും ഈമാനിനെയും പ്രത്യേകം പ്രത്യേകം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇസ്ലാം കൊണ്ട് അമലുകൾ, നിസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ. ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങൾ. ഇനി ഈമാൻ പറയാതെ ഇസ്ലാം മാത്രം പറഞ്ഞാൽ അവിടെ എന്താ ഉദ്ദേശം? രണ്ടും പെട്ടു, മൊത്തത്തിൽ പെട്ടു. അതായത് അല്ലാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അല്ലാഹുവിന്റെ അടുക്കലുള്ള ദീൻ ഏതാണ്? ഇസ്ലാമാണ്. ഒരാൾ പറയാണ് ഇസ്ലാം എന്നല്ലേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, അപ്പം വിശ്വാസിച്ചാലും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇതെന്തെങ്കിലും ചെയ്താൽ മതി. കാരണം ഇസ്ലാം പറഞ്ഞാൽ എന്താ? അവർക്കാന്ന് ഇസ്ലാം കർമ്മങ്ങളല്ലേ, അമലുകളല്ലേ. അയാൾ അമൽ ചെയ്യുന്നുണ്ട്, വേറെ വിശ്വാസമൊന്നുമില്ല, അയാൾ മുസ്ലിം ആവുമോ? ഇല്ല. ഇസ്ലാം എന്ന് അള്ളാഹു ഒറ്റയ്ക്ക് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഈമാനും ഇസ്ലാമും ഒക്കെ അതിൽ പെട്ടു. ഇനി ഈമാനും ഇസ്ലാമും ഒരുമിച്ച് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, അതേ ആയത്തിൽ തന്നെ ഈമാനും വന്നാൽ അവിടെ എന്താ ഉദ്ദേശം? രണ്ടും. ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളും ഈമാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ കാര്യങ്ങളുമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ഇസ്ലാമിന്റെ നിർവചനം വേറെയാണ്, ഈമാന്റെ നിർവചനം വേറെയാണ്, അല്ലേ? അപ്പൊ ഒരു വാക്ക് മാത്രം കാണുമ്പോൾ ഇവരെന്ത് പറയും? ആ ഇസ്ലാമിന്റെ നിർവചനം ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് ഇതേ വേണ്ടു കാര്യമുള്ളൂ, ഈമാൻ അത് പറയാത്തതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് പറയും. അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക, രണ്ടും വന്നാൽ ഇസ്ലാം പറയുന്നുണ്ട്, ഈമാനും പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഉദ്ദേശം? ഇസ്ലാം കൊണ്ട് കർമ്മങ്ങൾ, ഈമാൻ കൊണ്ട് വിശ്വാസപരമായ കാര്യങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇസ്ലാം മാത്രം പറഞ്ഞു, ഈമാനിന്റെ കൂടെ പറഞ്ഞില്ലെങ്കിലോ? രണ്ടും അവിടെ ഉദ്ദേശമുണ്ട്. മനസ്സിലായല്ലോ? ഇനി ആ ഈമാൻ എത്ര കാര്യങ്ങളാണ്? 6 കാര്യങ്ങൾ. വിശ്വസിക്കാൻ നിർബന്ധമാണ്. എന്തിനെയാണ് തസ്ദീഖ് ചെയ്യേണ്ടത്? 6 കാര്യങ്ങൾ. അതിന് പറയുന്ന പേരാണ് അർക്കാനുൽ ഈമാൻ. 1 അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. അൻതുഅ്മിന ബില്ലാഹി. പുതിയ അൽ ഈമാനു അൻതുഅ്മിന ബില്ലാഹി وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله تعالى. പഠിക്കണം, കാണാതെ. ഇതാണ് അർക്കാനുൽ ഈമാൻ. അർക്കാനുൽ ഈമാനിൽ 1 അൽ ഈമാനു ബില്ലാഹ്. അതിലെന്തൊക്കെയാണ് നാം വിശ്വസിക്കേണ്ടത്? എഴുതിക്കോ. അൽ ഈമാനു ബില്ലാഹ്. പ്രധാനമായും നമ്മൾ തസ്ദീഖ് ചെയ്യേണ്ടത് എന്ത് കാര്യത്തിലാണ്? ചോക്കില്ല മോനെ.
ഒന്ന് വുജൂദുല്ലാഹി തആല, ആദ്യം ഹെഡിങ് ഉണ്ട്, അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. അതിന്റെ താഴെ ഒന്ന് വുജൂദുല്ലാഹി തആല. ഇത്രയും മകനുണ്ടോ? അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിനുള്ള വിശ്വാസം. എന്താണ് അള്ളാഹുവിനെ പറ്റി നമ്മൾ വിശ്വസിക്കും? ഒന്ന് വുജൂദുല്ലാഹി തആല. എന്താ വുജൂദിന്റെ അർത്ഥം? അള്ളാഹു ഉള്ളവനാണ്. കാരണം അള്ളാഹ് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് ദുനിയാവിൽ. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എങ്കിൽ പിന്നെ ഈ ലോകം ഉണ്ടായതെങ്ങനെ? അവരെ വാദപ്രകാരം നാച്ചുറലി ഒരു പൊട്ടിത്തെറി, ബിഗ് ബാങ് തിയറി, പഴയ അതാണ് അവരുടെ വാദം. പക്ഷെ ശരിയാണോ? ജിമ്മൻ ധരിച്ചിരിക്കുന്ന ഈ ടീഷർട്ട് എവിടുന്ന ആണോ? പിന്നെ ഷോപ്പ്, ആ ഷോപ്പിലേക്ക് എവിടുന്ന് വന്നു? ആ ഫാക്ടറി എവിടെയാ? അവിടെ ആ ഫാക്ടറിയിൽ എങ്ങനെ ഉണ്ടായി? ഉണ്ടാക്കിയതാണ്. ജിമ്മൻ പറയാണ് ഗുണ്ടുമണിനോട്, എടാ എന്റെ ഈ ടീഷർട്ടില്ലേ ഇതിപ്പോ ആകാശത്ത് നിന്ന് കുത്തി കൊണ്ടതാണ്. ഗുണ്ടുമണി എന്തെയും ആദ്യം ഒരു ഇടി കൊണ്ട് തറച്ചു കൊടുക്കും. എന്താ ഭ്രാന്തുണ്ടെന്ന് പറയും. കാരണം അങ്ങനെ ടീഷർട്ട് ഉണ്ടാവോ? ഉറപ്പല്ലേ. ഒരു ടീഷർട്ട് അങ്ങനെ ഉണ്ടാവുമെങ്കിൽ ഈ ലോകം എങ്ങനെ ഉണ്ടാവുക? മനസ്സിലായോ? അപ്പൊ ഒരു ക്രിയേറ്റർ എന്തിനുണ്ട്? ഈ മഹാപ്രപഞ്ചത്തിനുണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധി ഒരിക്കലും സമ്മതിക്കില്ല. അള്ളാഹു ഇല്ല എന്ന് പറയുന്നത് അഥവാ അള്ളാന്റെ വുജൂദിയ്യത്ത്, എന്താ പറയാ, വുജൂദിയ്യത്ത് ഉള്ളവരായിരിക്കുക. നിഷേധിക്കുന്ന ആളുകളുമായിട്ട് ഒരു സലഫുകളിൽപ്പെട്ട പണ്ഡിതന്റെ ഡിബേറ്റ് ഉണ്ടായി. അപ്പൊ അവര് കുറെ ആൾക്കാരുണ്ട്. ഇദ്ദേഹം ഒറ്റ കണ്ടു. ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം അബൂ ഹനീഫ, ഹനഫി മദ്ഹബിൽ ഇമാം ഉണ്ടല്ലോ, അദ്ദേഹമാണ്. അങ്ങനെ ഒരു സ്ഥലം നിശ്ചയിച്ചു. ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്കെത്തണം, അവിടെ നമ്മളും എത്തും, നിങ്ങളും വരണം. എന്താ വിഷയം? അള്ളാഹു ഉണ്ടോ ഇല്ലേ, വുജൂദുല്ലാഹി തആല, അള്ളാഹു ഉള്ളവരാകുക എന്ന വിഷയം. ഇമാമിന്റെ വാദം എന്താ? അഹ്ലുസുന്നത്തിന്റെ വാദം, ഈ മഹാപ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരുത്തനുണ്ട്. അതല്ല അഹ്ലുസുന്നത്തിന്റെ വാദം. അവരുടെ വാദം എന്താ? അങ്ങനെ ഒന്നില്ല, അത് പ്രകൃതിയിൽ ഉണ്ടായതാണ്. അങ്ങനെ അവർ സ്റ്റേറ്റ് കിട്ടി, അവരൊക്കെ അവിടെ എത്തി. ഇമാമിനെ കാണുന്നില്ല. ടൈം പോകുന്നു. അവര് പറയാൻ തുടങ്ങിയ ഇപ്പോഴേ തോറ്റി, ഇപ്പോഴേ പഠിച്ചിട്ട് മുങ്ങി. ആളുകൾ എന്താ കാണുന്നില്ല. കുറെ കാത്തു നിന്നതിന് ശേഷം ഒന്ന് പതുക്കെ വരുന്നു. ഇവർക്ക് ആകെ ദേഷ്യം വന്നു. ഇവര് ചോദിച്ചു, നമ്മളെ സമയത്തിനൊന്നും ഒരു വിലയില്ലേ? ഡിബേറ്റിന് വേണ്ടി നിശ്ചയിച്ചൊരു ടൈമില്ല, ആ ടൈമിൽ എത്തണ്ടേ? അവരോട് ഷെയ്ഖ് പറഞ്ഞു, എന്ത് ചെയ്യാനാണ്, ഞാൻ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന്റെ ഇടയിൽ ഒരു പുഴയുണ്ട്. പുഴ എന്ന് പറഞ്ഞ പുഴ എന്ന ഇത്ര ഭംഗിയുള്ള ഒരു വാക്കിൽ പോലെ എന്ന് പറഞ്ഞ ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് തോണിയില്ല. തോണി മീൻസ് കപ്പലുണ്ടാവണം. തോണിക്ക് എന്താ പറയുക? ഒട്ട് വേറെയാണ്. ധോണി ഏത് മറ്റേ മഹീന്ദ്ര സിംഗ് ഖയർ. അപ്പൊ തോണിയില്ല. ഞാൻ കുറെ കാലത്ത് നിന്ന് കൂക്കി കുടിച്ചു നോക്കി, ആരും വരുന്ന കാണുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്ന് പുഴന്റെ കരയിൽ ഒരു വലിയ മരം, എന്താ എല്ലാരും ഒരു മരം വീണു. ഞാൻ നോക്കി നിൽക്കാണ്. പെട്ടെന്നുണ്ട് ആ മരത്തിന്റെ ഇലകളൊക്കെ ഇങ്ങനെ പോയി, കൊമ്പുകളൊക്കെ പോയി, ആ തടിയിൽ ഒരു തോണി പോലെ ഇങ്ങനെയായി.
കുറച്ച് മതം ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് പുഴയിലൂടെ കടന്നു. അപ്പൊ ഞാൻ കയറിയിരുന്നു. അപ്പൊ തന്നെ ഇങ്ങനെ കൊണ്ട് എത്തിച്ചു. അതാണ് കുറച്ച് ലേറ്റായി പോയത്. അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങളെന്താ നമ്മളെ പൊട്ടനാക്കി? ലോകത്ത് അങ്ങനെ ഒരു തോണി ഉണ്ടായില്ല. അങ്ങനെ പല വീട്ടിൽ തോണിയാവും. അപ്പൊ ഇമാമ് പറഞ്ഞു, ഡിബേറ്റ് കഴിഞ്ഞു, ഞാൻ പോകുന്നു, അസ്സലാമു അലൈക്കും. കഴിഞ്ഞില്ലേ? കാരണം അവരെന്ത് പറയാനാ വന്ന് നിൽക്കുന്നത്? ലോകം എങ്ങനെ ഉണ്ടായത്? പക്ഷെ തോണി എങ്ങനെ ഉണ്ടായത് കൊണ്ടപ്പോ സമ്മതിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്ത് ഡിബേറ്റ്? അള്ളാഹുള്ളവനാണ്. ഒരു കവിതയുണ്ട്, അതൊന്ന് എഴുതി വെച്ചു. وفي كل شيء له آية تدل على أنه واحد. وفي كل شيء وفي له آية تدل على أنه واحد. تدل على أنه واحد. പഠിച്ചാൽ അന്നിന്റെ പേരിന്റെ ടോപ്പ് അങ്ങനെ وفي كل شيء له آية تدل على أنه واحد. وفي كل شيء ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളിലുമുണ്ട് ലഹു അല്ലാഹുവിനെ ആയത്തുൻ ഒരു ദൃഷ്ടാന്തം. അതായത് എന്തൊരു വസ്തുവിനെ എടുത്ത് പഠിച്ചാലും അതിലൂടെ മനുഷ്യന്മാർക്ക് ആരെ കണ്ടെത്താൻ പറ്റും? അല്ലാഹുവിനെ കണ്ടെത്താൻ പറ്റും. തദുല്ലു അതറിയിക്കുന്നു അലാ അന്നഹു വാഹിദുൻ അവൻ ഏകനാണ് എന്നറിയിക്കുന്ന ഒരു അടയാളം, ഒരു തെളിവ് ആ വസ്തുവിൽ ഉണ്ടാകും. അപ്പൊ അള്ളാഹ് ഇല്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ഇനി അള്ളാഹു ഇല്ലാന്ന് ഒരുത്തം പറഞ്ഞാലും ഓന്റെ നാവേ പറയുള്ളൂ, പിന്നെന്ത് പറയില്ല? അത് പറയില്ല. കാരണം ദുനിയാവിലേക്ക് വരുന്നതിന് മുമ്പ് ആത്മാവ് മീൻസ് സോൾ, അതിനൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? എല്ലാവരും പറഞ്ഞു അതെ, നീ തന്നെയാണ് നമ്മുടെ റബ്ബ്. അവിടെ നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഈമാനുമില്ല. അർക്കാനുൽ ഈമാനിലെ ഒന്നാമത്തെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ കാര്യം അള്ളാഹു ഉള്ളവനാണ് എന്ന് വിശ്വസിക്കുക. അവന്റെ ഉണ്ടാകലിന് ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടോ? ഇല്ല. അവൻ എന്തില്ല? തുറക്കില്ല. അന്നെപ്പോ ഉണ്ടായി പറയാൻ കഴിയില്ല. ബാക്കി അള്ളാഹു അല്ലാത്ത മുഴുവൻ ജീവികളും വസ്തുക്കളും എല്ലാത്തിനും എന്തുണ്ട്? ഒരവലുണ്ട്, ഒരു സ്റ്റാർട്ടിംഗ്. അള്ളാഹ് എന്തുമില്ല, ഒരവസാനമില്ല. അങ്ങനത്തെ ഒറ്റ ഒരുത്തരേ ഉള്ളൂ, അത് അള്ളാഹു. മനസ്സിലായില്ലേ? ദുനിയാവിൽ ആരും അങ്ങനെയില്ല. നമ്മൾ എത്ര എന്തിനെ തേടിപ്പോയാലും മനുഷ്യൻ ലാസ്റ്റ് എവിടെ എത്തുക? മുമ്പോട്ട്, അങ്ങോട്ട് തേടിപ്പോയാൽ എവിടെത്തും മനുഷ്യൻ? മുഴുവില്ല. എവിടെത്തും? ആദം എഴുതുണ്ടായി സ്വർഗത്തിൽ. ആകാശ ലോകത്ത് മണ്ണുകൊണ്ട് അള്ളാഹു ആദമിനെ ഞാനാണ് നിർമ്മിച്ചത് എന്ന് ലോകത്ത് ഇന്ന് വരെ ആരെ പറഞ്ഞിട്ടുള്ളൂ? അള്ളാഹു.
അറിയാം അല്ലെ? ക്രിസ്ത്യൻസിന് അതിന്റെ ചർച്ചയുണ്ട്, ജൂതന്മാർക്കും അതിന്റെ ചർച്ചയുണ്ട്, അവരും നമുക്കും അതിന്റെ ചർച്ചയുണ്ട് അല്ലേ? നമ്മൾ പറയുന്നു ആദമിനാണ് സൃഷ്ടിച്ചു, നസാറാക്കൾ ഈസനെ സൃഷ്ടിച്ചു എന്ന് പറയോ? ഇല്ല, കാരണം ഈസനെ പിന്നീട് കുറെ കൊല്ലം കഴിഞ്ഞാണ് ജനിക്കുന്നത്. മൂസ നബിയാണ് സൃഷ്ടിച്ചത് എന്ന് ജൂതന്മാരും പറയില്ല, പറയാൻ കഴിയില്ല, സത്യമല്ല. ഹിന്ദുക്കളും അവരുടെ വിശ്വാസപ്രകാരം അവർക്കുണ്ട് ഒരു ബ്രഹ്മാവ് അല്ലേ? എന്നാൽ അതിലും എന്തുണ്ട്? മരണം ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചരിത്ര കഥകളിലൊക്കെ അവരുടെ ദൈവങ്ങൾ ജനിക്കുന്നതും മരിക്കുന്നതും പറയുന്നുണ്ട്. പക്ഷെ അള്ളാഹു ഇതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹു ഉള്ളവനാണ്, അവൻ പണ്ടേ ഉള്ളവനാണ്, ഒരിക്കലും നശിക്കാത്തവനാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവനെ പോലെ ആരുമില്ല. അവനെ പോലെ ആകണമെങ്കിൽ എന്താവണം? അള്ളാനെ പോലെ പണ്ടേ ഉള്ളവനാവണം. അങ്ങനെയൊന്നില്ല. അല്ലെങ്കിൽ അള്ളാനെ പോലെ എല്ലാ കാലത്തും നശിക്കാത്ത ആളാവണം. അങ്ങനെയൊന്നില്ല അല്ലേ? ഒരു പാട്ട് കൂടി എഴുതിക്കും അള്ളാനെ പറ്റി നമ്മൾ വിശ്വസിക്കേണ്ടത്. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ഖദീമുൻ ബാഖി. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽഖൽഖി ബിൽഇത്ലാഖി. مخالف بالخلق بالإطلاق باقي. الله موجود قديم باقي مخالف مختلف لا مخالف للخلق بالإطلاق. എന്താണ് അള്ളാഹു? ജിമ്മൻ ചിത്രം വരയ്ക്കുകയാണ്, അത് നോക്കുന്നുണ്ട്, പക്ഷെ നോട്ട്ബുക്ക് നോക്കുന്ന കാണുന്നില്ല. അറിവില്ലയോ? മത്സരത്തോട് പഠിച്ചിന്? ഓ, 6 വരെ പഠിച്ചിരുന്നു. മാഷാ അല്ലാഹ്, വലിയുള്ളാഹി അബ്ദുൽ 6 വരെ പഠിച്ച വലിയുള്ള അല്ലാഹു മൗജൂദുൻ. എന്താർത്ഥം? അല്ലാഹു ഉള്ളവനാണ്. ഖദീമുൻ, പണ്ടേ ഉള്ളവരാണ്, തുടക്കമില്ലാത്തവരാണ്. ബാഖി, എപ്പോഴും ബാക്കിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ മുഖാലിഫുൻ, എതിരായവനാണ്, ലിൽ ഖൽഖി, സൃഷ്ടികൾക്ക്. ഇത്ലാഖെന്ന് പറഞ്ഞാൽ നിരുപാധികം, മൊത്തത്തിനെതിരാണ്. അടിമകളെപ്പോ പിന്നെ അള്ള സൃഷ്ടിച്ചത് ഒരിക്കലും അള്ളാനെ പോലെ ആവുകയേയില്ല. പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം. എന്ത്? അള്ളാഹുവിന്റെ വുജൂദുല്ലാഹി തആല. അത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണുകൊണ്ട് തസ്ദീഖ് ചെയ്യണം. അള്ളാഹു ഉള്ളവനാണ്, അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് എന്ന് പ്രഖ്യാപിക്കണം. നല്ല മുമ്പിലാവും, അതിനനുസരിച്ച് ജീവിക്കണം. ഒന്ന്. രണ്ടാമത്തത് ഇഫ്റാദുല്ലാഹി. എല്ലാം വെറുതെ എഴുതലായി പോവാ, പഠിക്കണേ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വുജൂദുല്ലാഹി തആല. 2 ഇഫ്റാദുല്ലാഹി തആല. ഇഫ്റാദുല്ലാഹി തആല. ഇഫ്റാദ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തൽ, ഏകനാക്കൽ. ഇഫ്റാദ് ഇംഗ്ലീഷ് പറയാം إفراد الله تعالى في ربوبيته. ربوبيته
في ربوبيته إفراد الله تعالى وألوهيته وأسمائه وصفاته وألوهيته وأسمائه وصفاته. حبيبي أقول لك طب بعد سنين ستة إن شاء الله. إن شاء الله. إفراد الله تعالى في ربوبيته وألوهيته وأسمائه وصفاته. بارك الله. الله എന്താ പറഞ്ഞ ഇഫ്റാദുല്ലാഹി അല്ലാഹുവിനെ ഏകനാക്കുക എന്തിൽ ഫീ റുബൂബിയ്യത്തി അല്ലാഹു റബ്ബാണ് എന്ന കാലത്തിൽ അതാരെന്നറിയാലോ വ ഉലൂഹിയ്യത്തിഹി അവൻ ആരാധ്യനാവുന്ന കാര്യത്തിൽ അല്ലാഹു മാത്രമേ ആരാധനായിട്ടുള്ളൂ. പിന്നെ വ അസ്മാഇഹി വ സിഫാത്തിഹി അല്ലാഹുവിന്റെ ഇസ്മുകളിലും സിഫത്തുകളിലും അവൻ ഏകനാണെന്ന് വിശ്വസിക്കണം. എങ്ങനെ? അതെങ്ങനെ? ഖുർആനിലൂടെ അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എങ്ങനെയാണോ അല്ലാഹുവിനെ പറ്റി അവന്റെ പേരുകളും വിശേഷണങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് അങ്ങനെ. മൂന്ന് കാര്യങ്ങൾ വരാൻ പാടില്ല. റുബൂബിയ്യത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ മനസ്സിലായല്ലോ, മുമ്പ് പറഞ്ഞല്ലേ. അസ്മാഉ വസിഫാത്തിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്ന് പറഞ്ഞാൽ الإيمان بأسمائه وصفاته മൊബൈലിൽ വെച്ചിട്ടുള്ള കേട്ടെ ആരതാ പാട്ടാ നീന്തിനെ പഠിക്കാൻ പോയി. الإيمان بأسمائه അള്ളാഹിനെ പറ്റി ഹദീസിനെ പറ്റി പഠിക്കാൻ വന്നതാണ്. അവരുടെ കൂടുതൽ പാട്ട് ഇതിന് പഠിക്കുന്നത്. الإيمان بأسمائه وصفاته كما أخبر به ربنا عز وجل. أعطنا مثلا كما أخبر به ربنا عز وجل. الإيمان بأسمائه وصفاته كما أخبر به ربنا عز وجل ونبيه صلى الله عليه وسلم. ونبيه صلى الله عليه وسلم من غير تعطيل
تعطيل وتحريف من غير تعطيل وتحريف وتكييف وتمثيل. وتمثيل. الإيمان بأسمائه وصفاته كما أخبر به ربنا عز وجل ونبيه صلى الله عليه وسلم من غير تعطيل وتحريف وتكييف وتمثيل. എന്തൊക്കെയാ പറഞ്ഞത്? അല്ലാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്. എന്താണ് അല്ലാഹുവിന്റെ വിശ്വാസം? ഒന്ന്, വുജൂദുല്ലാഹി തആല, അല്ലാഹുവിന്റെ വുജൂദിയത്തിൽ എന്ത് ചെയ്യണം? ഏകനാണെന്നുള്ള കാര്യത്തിന് തസ്ദീഖ് ചെയ്യുക. അതിനെപ്പറ്റിയാണ് ആര് പറഞ്ഞത്? കവി പറഞ്ഞത്. وفي كل شيء له آية تدل على أنه واحد. മനസ്സിലായില്ലേ? അല്ലാഹു ഉണ്ടാവുന്നത് എന്തില്ല? തുടക്കമില്ല, പര്യാവസാനമില്ല, പിന്നെയോ ഓനെ പോലെ ആരുമില്ല. ലാ അവ്വല ലഹു വലാ ആഖിറ ലഹു. ഓക്കെ. പിന്നെന്താ രണ്ടാമത്തെ കാര്യം? അല്ലാഹുവിന്റെ വിശ്വാസം ഇഫ്റാദുല്ലാഹി തആല ഫി റുബൂബിയ്യതിഹി വഉലൂഹിയ്യതിഹി വഅസ്മാഇഹി വസിഫാതിഹി. റുബൂബിയ്യത്തിൽ അവനെ ഏകനാക്കാൻ പറഞ്ഞാൽ ലാ റബ്ബ ഇല്ലല്ലാഹ്. റബ്ബായിട്ട് ആരെയുള്ളൂ? അല്ലാഹു മാത്രമാണ് റബ്ബെന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്തത് ഇലാഹായിട്ടും ആരെയുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രമേ ഉള്ളൂ. അതായത് അവൻ റബ്ബാണ്, അതുകൊണ്ട് അവൻ മാത്രമാണ് ഇലാഹ. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും എന്ത് ചെയ്തുകൂടാ? ഇബാദത്ത് പറ്റില്ല. മൂന്നാമത്തെ അസ്മാ വ സിഫാത്ത്, അള്ളാഹിന്റെ പേരുകളും വിശേഷണങ്ങളും. അതിനുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബി അസ്മാഇഹി വ സിഫാത്തിഹി കമാ അഖ്ബറ ബിഹി റബ്ബുനാ അസ്സ വജല്ല വനബിയ്യുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഗൈരി തഅ്തീൽ വതഹരീഫ് വതക്യീഫ് വതംസീൽ. അതെന്താണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. പക്ഷെ ഇത്രയും എനിക്ക് നിങ്ങൾ കാണാതെ കേൾപ്പിക്കണം. എല്ലാം അല്ല, ഇതുവരെ ഉള്ളതല്ല. എന്താക്കി കറക്റ്റ് എഴുതിയിടുന്നുണ്ടല്ലോ. നോക്കിയിട്ട് പോകും, പഠിക്കണമെന്നില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, അള്ളാഹു തന്ന അവസരമാണ് പഠിക്കുക. ഇതൊന്നുമില്ല, ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഗൂഗിളിലോ മറ്റോ വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ഇന്ന സംഗതിയാണ് ഈ പറയുന്നത് മനസ്സിലായാൽ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം. അഖീദയാണ്, വിശ്വാസമാണ്, ആദർശമാണ്. പഠിക്കണം, ഇല്ലെങ്കിൽ പഠിച്ചു പോകും. അസ്ല് നമ്മുടെ കൈവരില്ലെങ്കിൽ നമുക്ക് ദീൻ മനസ്സിലാവില്ല, ദീൻ തിരിയൂല. മനസ്സിലായോ? അതുകൊണ്ട് ഒരു അവസരമാണ്, ചാൻസ് ആണ്, ഉപയോഗപ്പെടുത്തിക്കോ.